നമ്മളെ മനസ്സിലൊക്കെ ഉള്ള നമ്മളെ റബ്ബ് എന്ന് പറയുന്നത് നമ്മളെ ശിക്ഷിക്കുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന റബ്ബ് നമ്മളെ മനസ്സിലുള്ളത് അല്ലേ? ഖുർആനിൽ ഒരുപാട് തവണ അള്ളാഹു ഫിർഔനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അതായത് അത്രക്കും നന്ദി കെട്ടൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട്. നമുക്ക് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫിർഔൻ എത്രത്തോളം ക്രൂരനായിരുന്നു നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഫിർഔന് മൂസാ നബി കടലിൽ പിളർത്തിയ സമയത്ത് ഫിർഔന് കടലിൻ്റെ അടിയിൽ പെടുന്നൊരു രംഗമുണ്ട്. അവർ രക്ഷപ്പെടും, മൂസാ നബിയും സംഘവും രക്ഷപ്പെട്ടിട്ട് ലാസ്റ്റ് കടൽ ഫിർഔനെ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കവർ ചെയ്ത് ഫിർഔനായ കടലിലെത്തുമ്പം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഫിർഔൻ്റെ വായിൽ ചെളി വാരിയിടുന്നുണ്ട്. അതെന്തിനറിയും? ഫിർഔന് മരണം മുഖാമുഖം കാണുമ്പം ഫിർഔൻ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുമോ, അത് മടങ്ങിപ്പോയാൽ അള്ളാഹു പുറത്തു കൊടുക്കുമോ എന്ന് ഭയന്നിട്ട്. അപ്പം നമ്മളൊന്ന് ആലോചിക്കണം, അള്ളാഹുവിൻ്റെ കാരുണ്യം ഇത്രയാണ്. നമ്മൾ വിചാരിക്കും ഞാൻ ചെയ്തത് ഇത്ര വലിയ തെറ്റാണ്, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, നമുക്ക് മാപ്പ് പഠിച്ചാൽ തരില്ല. പക്ഷെ നമ്മൾ ഒന്ന് മാപ്പ് ചോദിച്ച് നമ്മളെ മനസ്സ് നന്നാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അതൊന്ന് ശ്രമിച്ചു നോക്കണം നമ്മൾ. കാരണം അള്ളാഹു അത്രക്കും കാരുണ്യവാനാണ്. അള്ളാഹ് എന്ന് പറയുന്നത് കാരുണ്യമാണ് ശരിക്കും.